സംസ്ഥാനത്ത് വൈദ്യുതിയുടെ ആവശ്യകത കുത്തനെ കൂടും. പീക്ക് ആവശ്യകത 7000 മെഗാവാട്ടിലേക്ക് കുതിക്കുകയാണ്. പീക്ക് സമയത്തെ വൈദ്യുതിയുടെ 60% ഉപയോഗിക്കുന്നത് AC-യുടെ പ്രവർത്തനത്തിനാണ്. ഊർജ്ജ സംഭരണത്തിന് അതീവ ശ്രദ്ധ വേണമെന്നതടക്കമുള്ള നിർദ്ദേശങ്ങളുമായി എനർജി മാനേജ്മെന്റ് സെന്റർ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചു. സ്റ്റോറേജ് ഓപ്ഷൻ നമ്മൾ പീക്ക് ഡിമാൻഡിൽ ഇത് ചെയ്യാൻ വേണ്ടി മാനേജ് ചെയ്യാൻ വേണ്ടി സ്റ്റോറേജ് ഓപ്ഷനും കൂടി KCB ഇപ്പം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റോറേജ് ഓപ്ഷന് ബാറ്ററി എനർജി സ്റ്റോറേജ് ചെയ്യാം. അതൊരു ചുരുങ്ങിയ കാലയളവിലാണ് ഈ ബാറ്ററി എനർജി സ്റ്റോറേജ് പറ്റുന്നത്. ചുരുങ്ങിയ കാലയളവെന്ന് വെച്ചാൽ നമ്മളെ ഇപ്പോഴത്തെ പീക്ക് ഡിമാൻഡ് എന്ന് പറയുന്നത് 7 മണി മുതൽ 11 മണി വരെയാണ് രാത്രി. അതിപ്പോൾ AC-യുടെ ലോഡ് വർദ്ധിക്കുന്നതനുസരിച്ച് നമ്മൾ രാത്രി 9, 10, 11 മണിയൊക്കെ മറ്റ് ലൈറ്റും TV ഒക്കെ നിർത്തുകയാണെന്നുണ്ടെങ്കിലും ഈ ഫ്രിഡ്ജ് AC ഇതൊക്കെ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഒരു 4 മണിക്കൂർ എന്ന് പറയുന്നത് ഇനി അങ്ങോട്ട് പോകുന്തോറും കേരളത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അത് 6 മണിക്കൂർ 7 മണിക്കൂറൊക്കെ ആകാം. അങ്ങനെ ആകുമ്പോഴത്തേക്ക് ബാറ്ററി സ്റ്റോറേജിനും പറ്റത്തില്ല. അത് സുനിഷ അയ്യലൂർ നമുക്കൊപ്പം എത്തുന്നു. ഗുഡ് ഈവനിങ് സുനിഷ അയ്യലൂർ. ആവശ്യകത കൂടി വരികയാണ്. ഇങ്ങനെ ഉപയോഗിച്ച് തീർത്താൽ അത് പ്രതിസന്ധിയിലേക്ക് എത്തിക്കും എന്നതല്ലേ മുന്നറിയിപ്പ്? സുജയ, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ തന്നെ ഒന്ന് ആലോചിച്ചാൽ മതി. വേനൽക്കാലമായി അപ്പോൾ തന്നെ നമ്മൾ ഒരു വൈകുന്നേരം കയറിയാൽ AC ഇടാതെ കിടന്നുറങ്ങാൻ കഴിയാത്തൊരവസ്ഥയാണ്. അതുതന്നെയാണ് ഇപ്പോൾ EMCയുടെ റിപ്പോർട്ടിലും പറയുന്നത്. അതായത് AC-യുടെ ഉപയോഗം കൂടുന്നു, ഒപ്പം തന്നെ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗവും കൂടുകയാണ്. അതുകൊണ്ട് തന്നെ വൈദ്യുത പ്രതിസന്ധി ഉണ്ടാകാനുള്ള, പ്രതിസന്ധി എന്നതിനപ്പുറം വൈദ്യുതിയുടെ ആവശ്യകത കൂടുമെന്നുള്ളതാണ്. നിലവിൽ ഇപ്പോൾ 5400 സംതിങ് ഒക്കെയാണ് നമ്മളുടെ ഇപ്പോഴുള്ള ഈ പീക്ക് ആവശ്യകത എന്ന് പറയുന്നത്. അതായത് വൈകുന്നേരം 6 മണി മുതൽ രാത്രി 11 മണി വരെ നോക്കിയാൽ 5400 മെഗാവാട്ടൊക്കെയാണ് സാധാരണ രീതിയിൽ ഒരു പീക്ക് ആവശ്യകതയായി വരുന്നത്. പക്ഷേ 2 വർഷം കൂടി മുന്നോട്ട് പോയാൽ അത് 7000 മെഗാവാട്ട് ആകുമെന്നുള്ളൊരു സൂചന കൂടി ഈ EMC റിപ്പോർട്ട് നൽകുന്നുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഏറ്റവും അധികം ഈ പീക്ക് ആവശ്യകതയിൽ ഏറ്റവും അധികം 60% വൈദ്യുതി എടുക്കുന്നത് ഈ AC-യുടെ ഉപയോഗമാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആർക്കും AC ഇല്ലാതെ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഒന്ന് ചൂടാണ്, അതുകൊണ്ട് തന്നെ. പക്ഷേ ഈ ചൂടിന് AC ഉപയോഗിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള വൈദ്യുതിയുടെ ആവശ്യകതയും ഉയരുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ KSEBയോട് ഈ 2 വർഷത്തേക്കുള്ള ഒരു മുൻകരുതലായി എനർജി സ്റ്റോറേജ് നടത്തണമെന്നുള്ളൊരു മുൻകൂട്ടിയുള്ള ഒരു അറിയിപ്പ് കൂടിയാണ് EMC നൽകുന്നത്. അതിൽ പ്രധാനമായും ഈ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം സംവിധാനം കൊണ്ടുവരണമെന്നുള്ളൊരു ആവശ്യമുണ്ട്. പമ്പ്ഡ് സ്റ്റോറേജ് പ്രൊജക്റ്റുകൾ മുന്നോട്ട് കൊണ്ടുവരണമെന്നുള്ളൊരു ആവശ്യം കൂടി ഏതായാലും ഊർജ്ജ സംഭരണത്തിൽ അതീവ ശ്രദ്ധ വേണമെന്ന മുന്നറിയിപ്പാണ്. വൈദ്യുതിയുടെ ആവശ്യകത നമ്മൾ ഉപയോഗിക്കുന്നതിന്റെ ഒരു അളവ് കൂടി വരുന്നത് നമുക്ക് ഓരോരുത്തർക്കും നിരീക്ഷിച്ചാൽ മനസ്സിലാകും. അതിനനുസരിച്ചുകൊണ്ടുള്ള ഒരു സ്റ്റോറേജ് സിസ്റ്റത്തിലേക്ക് പോകാനുള്ള മുന്നറിയിപ്പാണ് ഇത്. സുനിഷ അയ്യലൂരാണ് വിവരങ്ങൾ നൽകിയത്.